الآخر الباقي بلا تحول ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير مبتدع وبعد فاعلم بوجوب المعرفة من واجب لله 20 صفة فالله موجود قديم باقي مخالف للخلق بالإطلاق إلى أمة سيدنا محمد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എന്നത് ഇബാദത്താണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. മാത്രമല്ല അത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയുമാണ്. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിലായിരിക്കുമെന്നല്ല, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ്. സ്വർഗത്തിലാവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലാവുക എന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയാണ്. രാത്രി സമയത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ, വുളൂ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഒരാളെ കണ്ടു. നിഴലിൽ നിലാവെളിച്ചത്തിൽ മറവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ മറവിലുണ്ടായിരുന്ന ആള് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അന റബീഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ റബീഅയാണ് എന്ന് പറഞ്ഞു. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുണ്യനബി ചോദിച്ചു, റബീഅ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പുന്നാര നബിയേ, നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമെന്ന് കരുതി ഞാൻ നിന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, റബീഅ നീ എന്നും ഇങ്ങനെ ഇവിടെ നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ശേഷം ശബ്ദം കുറക്കാന്ന് എൻ്റെ അഭിപ്രായം. മൈക്കുകാരൻ പോയോ? എന്നാൽ കുഴപ്പമില്ല, വരട്ടെ. വരുമ്പോൾ മതി. ഇങ്ങോട്ട് ഇരുന്നോളി. ചിലപ്പോൾ നിങ്ങൾ പോയി തിരിച്ചിട്ടുള്ളതും കൂടി ഇല്ലാതായാലേ ലേശം ശബ്ദം കുറക്കാന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലേ കാര്യമില്ലല്ലോ. ഒച്ചണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഇരുട്ടിൻ്റെ മറവിൽ അപ്പോൾ ശരിയായിട്ടുണ്ട്. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടായിരുന്നത്. മഹാനവറുകൾ രംഗത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ റബീഅയാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, ഈ എന്നും പടക്കലുണ്ടോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പുന്നാര നബിയെ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിൽക്കാറുണ്ട്. നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഖിദ്മത്ത് വേണമെങ്കിൽ അത് ചെയ്തു തരാമെന്ന് കരുതിയിട്ട് ഇവിടെ നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം നടത്തി വുളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമിയോട് ഒരു ചോദ്യം ചോദിച്ചു. റബീഅ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബി വര്യൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന,
നബിയെ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണം. ആ സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, റബി, നിനക്കൊന്ന് ചുരുക്കി ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചു. നേരത്തെ സ്വർഗം ചോദിച്ച ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുക്കി ചോദിച്ചൂടെ എന്ന് പറഞ്ഞിട്ടില്ല. പല ആളുകളും നബി തങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോയി. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നല്ല കുട്ടികളായിട്ട് സ്റ്റേജിമുള്ളവരോട് ഇരുന്നാൽ മതി. മൈക്കക്കാരനും ഇരുന്നോട്ടെ, ക്യാമറക്കാരനൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി എന്ത് വേണമെച്ചാൽ നമ്മളൊരു യാനബി ചെല്ലും. അപ്പോൾ ആ യാനബി ചെല്ലുമ്പോൾ പിന്നെ ആ കുട്ടികളെ ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടി ഉണ്ടല്ലോ, ഓല എല്ലായിടത്തും കൂടി ആക്കണം. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോയിട്ട് വലിയ ആൾക്കാരൊന്ന് ഇരുന്ന് അങ്ങനെ ഒന്ന് സെറ്റാക്കിയാൽ ഓല എല്ലാവരും കൂടി ഒരു ഭാഗത്തിരുന്നാൽ അവർക്ക് സംസാരിക്കാൻ തോന്നും. ഓരോരുത്തരും ഓരോ ഭാഗത്താവുമ്പോൾ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓല എല്ലാവരും കൂടി ഒരു ഭാഗത്ത് മാത്രമല്ല, ഞാൻ ഇവിടെ കുട്ടികളും ഇവിടെ മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങോട്ട് തന്നെ മാത്രം നോക്കിയാൽ ഇപ്പോൾ ഈ ഭാഗം വേദനയോടൊന്ന് കുറച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി, കുട്ടികൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി, അങ്ങനെ ഒരു 2 യാനബി ചെല്ലുമ്പോഴത്തേനും ഒന്ന് സെറ്റാവണം. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഈ ലൈനിലുള്ള കസാര ഒരല്പം മുന്നിക്ക്, ആ മൈക്കൻ്റെ വള്ളിയൊന്നും കേടെടുത്തരുത്, ആ രേശം കൂടി ഇതിൻ്റെ ഒപ്പം അങ്ങനെ ഇട്ടാൽ ഒരുപാട് മതി. ഡിസ്റ്റൻസ് കുറേ ദൂരെ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഇതിനൊക്കെ കൂടിയുള്ള സമയം എത്രയാണെന്ന് നമുക്ക് അറിയാം, 10 മണി വരെയാണ്. അപ്പോൾ വേഗം ഇരുന്നോളി. 10:30 മണി വരെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നുള്ള ആൾക്കാർ മഴ ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ട് വന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വന്ന ആൾക്കാരൊന്ന് ഉഷാറായാൽ എനിക്ക് രേശം കൂടിയും ശബ്ദം കുറക്കാം എന്ന അഭിപ്രായമുണ്ട്. സാധാരണ എല്ലാവരും ശബ്ദം പോലെ കൂട്ടാനുള്ള പറയലേ, ഞാൻ കുറക്കാനേ പറയാം. രേശം കൂടിയും കുറക്കാം, നമുക്കിങ്ങനെ കേട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം സ്വലവാത്തുല്ലാഹ്. മതി. അപ്പോൾ റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറൻ യാ റബീഅ, നമ്മളെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ അനക്കൊന്ന് ചുരുക്കി ചോദിച്ചൂടെ റബീഅ എന്ന് പറഞ്ഞു. നേരത്തെ മുസ്തഫായ നബി തങ്ങളോട് സ്വർഗം ആവശ്യപ്പെട്ട ആരോടും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് അമ്പ് കൊണ്ടിട്ട് ആ കണ്ണിങ്ങനെ പറിച്ചെടുത്തു. അമ്പ് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ കണ്ണും പോന്നു. ആ കണ്ണ് കയ്യിലെടുത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ട്, പുന്നാര നബിയെ, എനിക്കെൻ്റെ കണ്ണ് മടക്കി വേണമെന്ന് പറഞ്ഞപ്പോൾ
നബി തങ്ങൾ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഖത്താദ, നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ 2 കണ്ണ് പോരെയോ ഖത്താദ എന്ന് ചോദിച്ചു. അപ്പൊ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഈ കണ്ണും വേണം, സ്വർഗത്തിന്ന് തരാന്ന് നിങ്ങൾ പറഞ്ഞ 2 കണ്ണ് വേറെയും വേണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്താ അതിൻ്റെ അർത്ഥം? പാസ്സായി. ഇവിടുന്ന് ഈ കണ്ണും പാസ്സായി, സ്വർഗത്തുനിന്ന് 2 കണ്ണും പാസ്സായി. എന്നിട്ട് ആ കണ്ണെടുത്തിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സ്ഥലത്ത് തന്നെ നബി തങ്ങൾ വെച്ചു കൊടുത്തിട്ട് ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ഞാൻ പറയണേ? സ്വർഗത്തിന് 8 വാതിലുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൻ്റെ 8 വാതിലുകളും ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ നിങ്ങൾക്ക് തുറക്കുമെന്ന് പറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആ 8 കൂടിയും കിട്ടുമെന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കിയ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 8 കൂടിയും തുറക്കുമെന്ന് പറഞ്ഞു. 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ 70,000-ൽ ഒന്ന് എന്നെയാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൻത മിൻഹും, നിങ്ങൾ ആ 70,000-ൽ ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞു. സ്വർഗം ചോദിച്ച ആരോടും ഇങ്ങനെ പറഞ്ഞില്ല. 8 വാതിലും തുറന്നിട്ടണമെന്ന് പറഞ്ഞ ആരോടും പറഞ്ഞില്ല. ഹിസാബില്ലാതെ സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞ ആരോടും പറഞ്ഞില്ല. റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയോട് മാത്രം ദേശം ചുരുക്കി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ റബീഅത്ത് ചോദിച്ചത് സ്വർഗമല്ല എന്ന് മനസ്സിലാവും. പിന്നെന്താ? സ്വർഗത്തേക്കാൾ വലുത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണം. സ്വർഗല്ല, കൂട്ടുകാരനാവലാണ് ചോദ്യം. സ്വർഗം പ്രശ്നമല്ല, അത് കൊടുക്കും. നബി തങ്ങളുടെ കൂട്ടുകാരനാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ്. റബീഅത്ത് എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ചില വാശി ചില സമയത്ത് കാര്യത്തിൽപ്പെടും. എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. സുജൂദിനെ അധികരിപ്പിച്ചാൽ കിട്ടുന്നല്ലോ, ഞാനത് വാങ്ങിത്തരാം, നീ എന്നെ ഒന്ന് സഹായിക്കണം സുജൂദ് അധികരിപ്പിച്ച് എന്നാണ്. കുറെ സുജൂദൻ ചെയ്തോളൂ, അപ്പണ് കിട്ടിക്കോളുന്നല്ല, അങ്ങനല്ല. ഫഅഇന്നി, നീ എന്നെ സഹായിക്കുക, ബികസ്റത്തി സുജൂദി, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നാണ്. അപ്പൊ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം, ഞാനത് വാങ്ങിത്തരാം എന്നാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് കാണാം. സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ സ്വർഗത്തിലാകുമെന്നല്ല, എൻ്റെ കൂടെ സ്വർഗത്തിലാകുമെന്നാണ്. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, മൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയുന്നതും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് സ്വർഗം നിർബന്ധമാക്കുന്ന ഇബാദത്താണ്. ബാങ്കിന് ശേഷം നബിതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ ഉണ്ട്, അത് ദോരന്നാൽ ശഫാഅത്ത് നിർബന്ധമാകുമെന്നാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജതർ റഫിയ വബ്അസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു
വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് ആതി മുഹമ്മദനിൽ വസീല. നബി തങ്ങൾക്കുള്ള ദുആണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾക്ക് ദുആ ചെയ്താൽ ശഫാഅത്ത് നിർബന്ധമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചതായി സീറയിൽ പറയുന്നുണ്ട്. അർശിനെ പടച്ചപ്പോൾ അർശ് 24,000 വർഷം വിറച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചപ്പോൾ 24,000 കൊല്ലം അർശ് ഇങ്ങനെ വിറച്ചു. അവസാനം അല്ലാഹു അവന്റെ ഖുദ്റത്തിന്റെ തിരുനോട്ടം കൊണ്ട് അർശിൽ 24 അക്ഷരങ്ങളെ വദഅ ചെയ്തു. 24 അക്ഷരങ്ങളെ അർശിൽ നിശ്ചയിച്ചു. അതോടുകൂടെയാണ് അർശ് അടങ്ങിയത്. ഏതാ 24 അക്ഷരങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരം, മുഹമ്മദുർ റസൂലുള്ളാഹ് 12 അക്ഷരം. അങ്ങനെയാണ് ആ 24 അക്ഷരങ്ങൾ അർശിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചപ്പോൾ അർശിന്റെ ഇളക്കം മാറി എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ അല്ലാഹുവിൻ്റെ പേര് അവസാനവും മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ മുത്തുനബിയുടെ പേര് ആദ്യവുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതിൽ അല്ലാഹുവിൻ്റെ ഇസ്മ് അവസാനത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ നബി തങ്ങളുടെ ഇസ്മ ആദ്യത്തിലാണ്. എന്തുകൊണ്ട്? അതിനെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മും നബി തങ്ങളുടെ ഇസ്മും തമ്മിൽ അടുപ്പിക്കാനാണ് ഒന്ന് അവസാനത്തേക്കും ഒന്ന് ആദ്യത്തിലേക്കും കൊണ്ടുവന്നത്. അള്ളാഹു ലാ ഇലാഹ എന്നും പറഞ്ഞാൽ അർത്ഥം ശരി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു നിങ്ങളുടെ അവസാനത്തേക്കാക്കി? അള്ളാഹുവിൻ്റെ ഇസ്മും നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മും അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. റിസാലത്തിനേക്കാളും നുബുവത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്തിൽ വേറെയും ആളുകളുണ്ട്, നുബുവത്തിൽ വേറെയും ആളുകളുണ്ട്, മുഹമ്മദിയത്തിൽ വേറെ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിൽ വേറെ 1,24,000 അമ്പിയാക്കളുണ്ട്, നുബുവത്തിൽ വേറെ ആൾക്കാരുണ്ട്. റിസാലത്തിൽ റസൂലിൽ വേറെ ഉണ്ട്, 313 മുർസലീങ്ങളുണ്ട്. മുഹമ്മദിയത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അങ്ങനെ ഒരാൾക്കും ഒരു പേരില്ല, മുഹമ്മദ് എന്ന പേരില്ല. അത് അബ്ദുൽ മുത്തലിബിന് അള്ളാഹു ഇൽഹാമായി നൽകിയതായിരുന്നു ആ പേര്. ഇൽഹാം എന്ന് പറഞ്ഞാൽ നുബുവത്തല്ലാതെ അള്ളാഹുവിങ്കൽ നിന്ന് നൽകപ്പെടുന്ന ഉത്ബോധനത്തിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. നുബുവത്തല്ലാത്ത അമ്പിയാക്കളല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ഇൽഹാമ്, രണ്ടാമത്തേത് മുബശ്ശിറാത്ത്. ഇങ്ങനെ 2 എണ്ണമാണ്. മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്ന 40 വയസ്സിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നത് സ്വപ്നത്തിലൂടെയായിരുന്നു. അതിന് മുമ്പ് നബി തങ്ങൾക്ക് വഹി എന്ന് പറയാൻ പറ്റൂല, അതിൻ്റെ താഴെയുള്ള ഉത്ബോധനം ഉണ്ട്, അത് സ്വപ്നം മുഖേനയാണ് നൽകിയിരുന്നത്. അതിനെയാണ് മുബശ്ശിറാത്ത്, നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണും, പുരോഗതികൾക്ക് ആവശ്യമുള്ള ഒരുപാട് സ്വപ്നങ്ങളെ കാണും. അതാണ് മുബശ്ശിറാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൽഹാം. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നേണ്ടത് തോന്നേണ്ട നേരത്ത് തോന്നുന്നതിനാണ് ഇൽഹാം എന്ന് പറയാം. ചിലപ്പോൾ നമുക്കും ഉണ്ടാവും, ഇപ്പം നല്ലത് അതാണ്, ചില കാര്യങ്ങൾ തോന്നും, അങ്ങനെ അതിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് ഇൽഹാമായി ലഭിച്ചതാണ് ഈ പേര്. മുത്തുനബിയുടെ വാപ്പ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞുകൂടെ, നബി തങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ വഫാത്തായിട്ടുണ്ട്.
മദീനയിൽ വെച്ചാണ് വഫാത്തായത്. മദീനയിലെ മസ്ജിദുൻ നബവിയോട് ചേർന്ന് റൗള ഷരീഫിൽ സലാം പറയാൻ വേണ്ടി നമ്മൾ പ്രവേശിക്കുന്ന ബാബുസ്സലാം എന്ന വാതിലിൻ്റെ അടുത്തായിരുന്നു എത്രേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ വാപ്പാന്റെ ഖബറുണ്ടായിരുന്നത്. അടയാളം ബാക്കിയാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷെ കാണലൊന്നുമില്ല. ഉണ്ടായിരിക്കാം, എന്തായാലും കാണലില്ല. ഒരു കാലത്ത് അതിന് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു എന്നാണ് പൊളിക്കപ്പെട്ടതാണ്. ഒരുപാട് ധാരാളം ഖബറുകളുടെ മുമ്പിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു. എല്ലാം പൊളിക്കപ്പെട്ട കൂട്ടത്തിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെയും കുബ്ബയുണ്ടായിരുന്നു, പൊളിക്കപ്പെട്ടു. ബാബുസ്സലാമിന്റെ അടുത്താണ് അതുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ് നബിതങ്ങളെ നോക്കിയിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക് മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു മുബശ്ശിറാത്തി എന്ന സ്വപ്നാണുള്ളത്. അത് ആമിന ബീവിയുടെ സ്വപ്നാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് സ്വപ്ന ദർശനമുണ്ടായതാണ്. സഅദിയ ഗോത്രക്കാരിൽ നിന്ന് കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ ആളുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഹലീമ എന്ന പേരായ ഒരു സ്ത്രീ ഉണ്ടാവും. ആ സ്ത്രീക്കാണ് ഈ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അതനുസരിച്ച് അബ്ദുൽ മുത്തലിബാകുന്ന വല്ലിപ്പാനോട് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഹലീമ എന്ന പേരായ ഒരു പെണ്ണിനാണ് ഈ കുട്ടിനെ കൊടുക്കേണ്ടത്. അന്വേഷിച്ച് നോക്കുമ്പോൾ അതൊരു തള്ളയാണ്. ഏതായാലും ആമിന ബീവി പറഞ്ഞതല്ലേ വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് സംസാരിച്ചു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടിനെ കണ്ടു. അപ്പോൾ യത്തീം കുട്ടിയാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പൈസ കിട്ടൽ കുറവാകും എന്നുള്ളതിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായി. ഹലീമ ബീവിൻ്റെ കൂടെ ഹലീമ ബീവിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞു ഞാനൊന്ന് കാണട്ടെയിരുന്നു. അങ്ങനെ ഭർത്താവ് വന്ന് കണ്ട് നബി തങ്ങളെ നോക്കിയപ്പോൾ മുഖത്ത് നോക്കിയിട്ടൊന്ന് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ മൂപ്പർ പറഞ്ഞു തന്നെ മതിയായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ്. കൊണ്ടതിൻ്റെ ശേഷം പിന്നെ വലിയ നിയമത്തായിട്ടോ. സാധാരണഗതിയിൽ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കണമെന്നാണ് നിയമം. 1 കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് കൊടുന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും കൊണ്ടുപോകണം. പിന്നെ 1 കൊല്ലം കൂടിയും കഴിഞ്ഞാൽ അന്നത്തെ നിയമം അങ്ങനെയാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ പൂർത്തിയായാൽ തിരിച്ചേൽപ്പിക്കണം, പിന്നെ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നബി തങ്ങളെ 3-ാമത്തെ കൊല്ലം കൊണ്ടുപോയി. 2 കൊല്ലം ശമ്പളമുണ്ട്, 3-ാമത്തെ കൊല്ലം ശമ്പളമില്ല. ഇനിയും ബൂതിയുണ്ട് 4-ാമത്തെ കൊല്ലം. പക്ഷെ അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, നെഞ്ചു കീറിയ അത്ഭുത സംഭവം 3-ാമത്തെ കൊല്ലം കൊണ്ടുപോയപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ പേടിയായി. അതുകൊണ്ടാണ് പിന്നീട് തിരിച്ചേൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണും, അന്ന് നബി തങ്ങളെ മലക്കുകൾ വന്ന് നെഞ്ചു കീറി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി മടങ്ങിപ്പോയ ആ സ്ഥലം, സർജറി നടന്ന സ്ഥലം എനിക്ക് നബി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന്. സങ്കല്പമല്ല, ഒറിജിനലാണ്, നടന്നത് തന്നെയാണ് അർത്ഥം. ആ സ്ഥലം, സർജറി നടന്ന ആ സ്ഥലം, മുറികൾ തുന്നിയ ആ സ്ഥലം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുവെന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോ അബ്ദുൽ മുത്തലിബിന് സ്വപ്ന ദർശനമുണ്ടായി, കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരിട്ടേക്കിന് ആൾക്കാർ ചോദിച്ചു, എന്താ അത് ഇങ്ങനെ ഒരു പേര്? മുൻഗാമികളിൽ ആരും ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ലല്ലോ, മുൻഗാമികളിൽ ആരും ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ലല്ലോ. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഖബ്റാ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി صلى عليه الله ما أشركت. മങ്കൂസ് മൗലൂദ് ഓതലുണ്ടോ ഇല്ലയോ നോക്കിയതാണ് ഞാനായിട്ട്. എന്ത് ഓതിയില്ലെങ്കിലും മങ്കൂസ് മൗലൂദ് ഓതണം, അങ്ങനെയാണ്. അത് നമ്മളെ മലബാറുകാർക്ക് വേണ്ടി മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഓതിയില്ലെങ്കിൽ ആരാ ഓതുക? അതുകൊണ്ട്
മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി صلى عليه الله ما أشرقت شمس الضحى في ذلك السهد أردت أن يحمده من على الغبراء പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാവരും ഈ പേര് കാരണം ഈ കുട്ടിയെ വാഴ്ത്തി പറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് ആർക്കുമില്ല. അതിന് ശേഷം പലർക്കും പേരിട്ട്. എന്നാൽ ശേഷമിട്ട പേര് മഹബ്ബത്തൽ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയോടുള്ള മഹബത്ത് കൊണ്ട് ഇട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം. അപ്പൊ ഈ പേരാര് തന്നെയാണ്? പേര് മുഹമ്മദ് നബിയുടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് ഇട്ടതോ അത് മുഹമ്മദ് നബിയോടുള്ള മഹബത്ത് കൊണ്ട് ഇട്ടത്. അപ്പോഴും പേരാര് തന്നെയാണ്? മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തളികക്ക് ചുറ്റും 5 or 6 ആളുകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ പോലും ആ തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടുള്ള മഹബത്ത് ഈമാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടെ തന്നെ വിഷയം തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെ ജീവിതമൊക്കെ നേരാവും ഒറ്റ കാര്യം ശരിയായാൽ. ബാക്കിയൊന്നും നിത്യജീവിതത്തിലെ ഇസ്ലാമിക ജീവിതമാണ് പറയാൻ വേണ്ടി പറഞ്ഞത്. ഒറ്റ കാര്യം ശരിയായാൽ ജീവിതം മൊത്തം ക്ലിയർ ആവും. മുത്തുനബിയോടുള്ള മഹബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം വീട്ടിൽ 3 ആൾക്കാർ വന്നു. പള്ളിക്കുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല തുണികുപ്പായൊക്കെ എടുത്തിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് 3 ആൾക്കാർ വന്നിട്ട് പോലെ പറഞ്ഞു, ഞങ്ങളൊരു നസീഹത്തിന് വന്നതാണ്, ഒരു ഉപദേശത്തിന് വന്നതാണ് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, ഉപദേശമല്ലേ. അപ്പം ഞാൻ കസാലയിൽ ഇങ്ങനെ ഇരുന്നു. ഞാനിപ്പോൾ ഉപദേശം കേൾക്കുക, അവരോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 ആൾക്കാർ ഇങ്ങനെ സോഫയിലിരുന്നു. ഞാൻ കസാലയിൽ ഇരുന്ന് പോലും പറഞ്ഞു, ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് നസീഹത്ത് ചെയ്യണത് ശരിയല്ലല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് നസീഹത്ത് ചെയ്താൽ മതിയായിരുന്നു. അപ്പം പിന്നെ കിട്ടിയ ചാൻസ് അല്ലേ എന്നുള്ള നിലയിൽ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഓൽക്ക് അവസരം കൊടുക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അത് ശരി തന്നെയാണ്, അത് വേണ്ട തന്നെയാണ്, നല്ല നസീഹത്തായി, എന്നാൽ നമ്മൾ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി നീച്ചപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാണ്ടായിരുന്നു പറഞ്ഞു. എന്തേ ചോദിച്ചു? അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ചോദിച്ചു. അതുണ്ടോ, ഒരു മനുഷ്യന്മാരനല്ലേ പറഞ്ഞു. ഞമ്മളെ നബിയോ എന്ന് ചോദിച്ചു. ഞമ്മളെ നബിയും ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറഞ്ഞാണ് പറഞ്ഞു. അപ്പം അതിലൊരാൾ 1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നിൽക്കട്ടെ പറഞ്ഞു. നിങ്ങൾക്ക് 1 എന്ന് എണ്ണാൻ കിട്ടിയില്ലേ, എനിക്കതും കിട്ടൂല. പറയല് പിന്നല്ലേ, പറയാൻ വേണ്ടി 1 എന്ന് എണ്ണാൻ കിട്ടിയില്ലേ, എനിക്കതും കിട്ടിയില്ല. അതാണ് ഞാനും കൂടെ തമ്മിലുള്ള വ്യത്യാസം. മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതാണല്ലോ പറയാനുള്ള കാര്യം. നമ്മളെല്ലാ ഇബാദത്തും അള്ളാഹു ഞമ്മക്ക് ഖുർആൻ തന്നിട്ടില്ലല്ലോ. അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല. ഖുർആൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് തന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. ഒരടിമക്കാണ് കൊടുത്തത്. അബ്ദ് ഒരാളാണ്, തോനാളാണെങ്കിൽ അലാ ഇബാദിഹിൽ കിതാബ എന്നാണ് പറയേണ്ടത്. ഖുർആൻ ഒരാൾക്കാണ് കൊടുത്തിട്ടുള്ളത്, മുഹമ്മദ് നബി. ഞമ്മക്ക് മുഹമ്മദ് നബി തന്നു. അള്ളാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ലല്ലോ. നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നു. ഞമ്മക്ക് അള്ളാഹു എന്താ തന്നത്? മുഹമ്മദ് നബിനെ തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കയറിയാല് ജീവിതം ശരിയാവും. ഇത് കൽബിക്കണ്ട് കയറിയാൽ ജീവിതം ശരിയാവും. അതന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് നിയ്യത്ത് ചെയ്യാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു.
മഹാനവറുകൾ മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ വിടാതെ പിന്തുടരുന്ന ആൾ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് നബി തങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോൾ മുൻഭാഗത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. നല്ല വെയിലുണ്ട്. വെയിലിൽ നിന്ന് അല്പം നിഴല് തണല് കിട്ടാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറ്റത്തുണ്ടായിരുന്ന ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് മുമ്പാരത്തെ വാതിൽ തുറന്നപ്പോൾ കൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമറുണ്ട്, മകനുണ്ട്. നബി തങ്ങൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു. മുസ്തഫായ നബി തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംഭാഷണം നടത്തി മടങ്ങിപ്പോയപ്പോ വേഗത്തിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്നും രാവിലെയും വൈകുന്നേരവും ആ മരം നനക്കും. ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഈ മുറ്റത്ത് വേറെയും കുറെ മരങ്ങളില്ലേ, എന്താ ഒന്ന് മാത്രം നനക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൻ്റെ ചുവട്ടിലൊരിക്കൽ മുഹമ്മദ് നബി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതകാലത്ത് അത് ഉണങ്ങാൻ ഞാൻ സമ്മതിക്കൂല. അതാണ് മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് ഖൽബിൽ നിയത്ത് ചെയ്യാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല. രാവിലെ എഴുന്നേൽക്കണ തന്നെ മുഹമ്മദ് നബിക്ക് വേണ്ടിയായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി കിടന്നുറങ്ങുന്നതും അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാവണം. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനായിട്ടും നമ്മുടെ മരണമൊക്കെ മുസ്തഫായ നബി തങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയോ? വിജയിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്താ ചോദിച്ചു. പല ഇബാദത്തുകളുണ്ടല്ലോ. ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്താണെന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. പുന്നാര നബിയേ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ്. പിന്നെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക യാ റസൂലല്ലാഹ്. രണ്ടാമത്തേത് നിങ്ങൾക്ക് ചെലവാക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കലാണ് കാരണം. പിന്നെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത്തവസ്സലു ബിൽ ഖറാബതി ഇലൈക യാ റസൂലല്ലാഹ്. നിങ്ങളുടെ കുടുംബം, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തി നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആള് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ്. അത് എല്ലാ വ്യാഴാഴ്ചയും ഉംറക്ക് പോയതുകൊണ്ട് കിട്ടിയതല്ല, മുത്തുനബി ഖൽബിൽ കയറിയതുകൊണ്ട് കിട്ടിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സംഗതി. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നമ്മുടെ ഓരോ ദിവസങ്ങളും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കണം. അതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം, അതാണ് ഈമാന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് വരുന്നതാണ് ഇത്തിബാ. മഹബത്തിൽ നിന്നാണ് ഇത്തിബാ വരിക. അതായത് ഇത്തിബാവ് കൊണ്ട് മഹബത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് മഹബത്ത് കൊണ്ട് ഇത്തിബാവ് ഉണ്ടാവും. ഒരാൾ ഇത്തിബാ ചെയ്തു, നല്ല വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടു, നബി തങ്ങളോടുള്ള ഇത്തിബാ, നല്ലൊരു തലയക്കെട്ടോ കെട്ടി വാലുള്ള ഇഷ്കുണ്ടായിക്കോണമെന്നൊന്നുമില്ല. അതേ സമയത്ത് ഇഷ്കുണ്ടെങ്കിൽ ഇത്തിബാ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത്തിബാ ഉണ്ടായിട്ട് ഇഷ്കുണ്ടാവലല്ല, ഇഷ്കുണ്ടായിട്ട് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ട് ഇത്തിബാ ഉണ്ടാവലാണ് ഉണ്ടാവുക. അതുകൊണ്ട്
നമുക്ക് ആദ്യം എന്ത് വേണമെച്ചാൽ പുണ്യനബി കൽബിക്കാണ് കയറണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മാത്രമല്ല, നമ്മളെ മക്കൾക്കും കയറണം, കുട്ടികൾക്കും കയറണം, സംഘാടകർക്കും കയറണം, ഭാര്യമാർക്കും കയറണം, ഉമ്മാർക്കും കയറണം, വാപ്പാർക്കും കയറണം, നാട്ടുകാർക്കും കയറണം, എല്ലാവർക്കും കയറണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിരുന്നത് റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷത്തിനാണ്. ബദരീങ്ങളാണ്ടിനേക്കാൾ, മുയ്യദ്ദീൻ ഷേഖിൻ്റെ ആണ്ടിനേക്കാൾ, മദ്രസൻ്റെ വാർഷികത്തേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക ഏതില്ലാത്തവൻ്റെ പേരൻ്റെ മുമ്പിലും കാണാൻ ഒരു പാക്കറ്റ് മുട്ടായി ഏറ്റ് ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങ പിങ്ങിയിട്ട് പഞ്ചസാര കലക്കിയിട്ടെങ്കിലും കാത്തുക്കും. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷത്തിനാണ്. അപ്പോൾ അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത്, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇത്തിബാ, അത് നമ്മുടെ ജീവിതമായിട്ട് മാറണം. ഞാനൊരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവണം. അതാണ് ഒരു കാര്യം. ഞാൻ വിശദീകരിച്ച് പറയട്ടോ. നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവണം. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് കൊണ്ട് ഈമാനുള്ളവരായി തീരണം. ഒക്കെ വിശദീകരിച്ച് പറയാം. മൂന്നാമത്തെ കാര്യം, ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഇബാദത്ത് ചെയ്യണം. 3 കാര്യങ്ങളാണ്, വിശദമായി പറയാം. 1, നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവണം. അതാണ് ആദ്യം പറഞ്ഞ ആശയം. നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ നിയ്യത്ത് ക്ലിയറാക്കിയാൽ ഇബാദത്താവും. ക്യാമറക്കാരൻ ക്യാമറ ഏറ്റിങ്ങനെ ഇരിക്കണതിൻ്റെ നിയ്യത്ത് നേരാക്കിയാൽ ഇബാദത്താവും. മൈക്കക്കാരൻ മൈക്കൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണതിൻ്റെ നിയ്യത്ത് നേരാക്കിയാൽ ഇബാദത്താവും. വയല് പറഞ്ഞ ആള് വയല് പറഞ്ഞതിൻ്റെ നിയ്യത്ത് നേരാക്കിയാൽ ഇബാദത്താവും. കേട്ടുകൊണ്ടിരിക്കുന്നവർ കേൾക്കുന്നതിൻ്റെ നിയ്യത്ത് ശരിയാക്കിയാൽ ഇബാദത്താവും. ഫറദിലേക്കുള്ള വഴി ഫറലും സുന്നത്തിലേക്കുള്ള വഴി സുന്നത്തുമായിരിക്കും. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. ഒരാൾ രാത്രി കിടന്നുറങ്ങാണ്. ഉറങ്ങുമ്പോൾ അങ്ങനെ വിചാരിച്ചു, നാളെ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാനുണ്ട്, അപ്പോൾ നേരത്തെ നീക്കാൻ വേണ്ടി വേഗം കിടക്കട്ടെ എന്ന് തീരുമാനിച്ചു. കല്യാണത്തിന് പോകൽ സുന്നത്താണല്ലോ, അതുകൊണ്ട് ഉറങ്ങൽ എന്തായി? സുന്നത്തായി. അതിന് പകരം ഓൻ വിചാരിച്ചു, പടച്ചോനെ എൻ്റെ കുട്ടികൾക്ക് അരി അതിൻ്റെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണല്ലോ, നാളെ ജോലിക്ക് പോകാൻ പറ്റണമെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങിയാലല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ. നാളെ കുട്ടിയേക്ക് അരി വാങ്ങാൻ ജോലിക്ക് പോകൽ ഫറലാണ്, അപ്പോൾ ഉറങ്ങൽ എന്തായി? ഫറലായി. നിങ്ങൾക്ക് മനസ്സിലായുണ്ടോയെന്നറിയില്ല. ഫറദിലേക്കുള്ള വഴി ഫറലാണ്, സുന്നത്തിലേക്കുള്ള വഴി സുന്നത്താണ്. അതുകൊണ്ട് ചെറിയ മാറ്റം വരുത്തിയാൽ വലിയ കൂലി വാങ്ങാൻ പറ്റും. അതാണ് നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക എന്ന് പറഞ്ഞത്. നിയ്യത്ത് കൊണ്ട് ആബിദാവാം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഏകദേശം പോകാൻ ഒരുങ്ങുന്നുണ്ട്. പ്രൈവറ്റ് ഗ്രൂപ്പുകാർ പോകില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴുള്ളത് നിലവിലെ സാഹചര്യം. അപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ഹജ്ജിന് പോകാൻ ഒരു പൂതി ഉണ്ടാവും. പൈസയില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, കൊടുത്തുകണേ തന്നെ കിട്ടിയിട്ടുമില്ല. ഒറ്റ പൈസൻ്റെയും ചെലവില്ലാതെ ഈ ഇരിക്കണ എല്ലാവർക്കും ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി ഇപ്പം ഇവിടെ ഇരുന്ന് വാങ്ങിത്തരാം. ഒറ്റ പൈസയും ചെലവില്ല. ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വെറുതെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. പൈസ തരികയാണെങ്കിൽ ഇപ്പം എന്താ പോണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വിചാരിച്ചാൽ, നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മയുടെ കൂലി അപ്പം തന്നെ ഏടിലെഴുതും. പോയിട്ടില്ലെങ്കിൽ വെട്ടൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. നന്മ വിചാരിച്ചാൽ അതിൻ്റെ പ്രതിഫലം അപ്പം തന്നെ എഴുതും. ചെയ്തിട്ടില്ലെങ്കിൽ വെട്ടൂല.
തിന്മ വിചാരിച്ചാൽ ശിക്ഷ എഴുതൂല, ചെയ്താൽ മാത്രമേ എഴുതൂ. കള്ളുടിക്കണമെന്ന് വിചാരിച്ചാൽ ശിക്ഷ എഴുതൂല, കുടിച്ചാലേ എഴുതുള്ളൂ. നന്മ വിചാരിച്ചാൽ തന്നെ എഴുതും, ചെയ്താൽ 10 കൂലി വേറെയും എഴുതും. അപ്പൊ 11 അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഹജ്ജിന് പോണം. തീരുമാനിച്ചില്ലേ? ആര് തീരുമാനിക്കുന്നു? ഞാൻ വെറുതെ ഒച്ചടാന്നല്ലാതെ. തീരുമാനിച്ചോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു കൊണ്ടുപോവാണെങ്കിൽ ഇപ്പൊ എന്താ, പൈസ ഒക്കെ തന്നുകാണ്ട് കൊണ്ടുപോവാണെങ്കിൽ എന്താ, അതിന് എന്നാലും പോകൂലേ? വെറുതെ തീരുമാനിച്ചാൽ മതി. തീരുമാനിച്ച അപ്പൊ തന്നെ കൂലി. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കൂലി എഴുതൂല, നിങ്ങൾ തീരുമാനിച്ച അപ്പ എഴുതും. 7 അപ്പ എഴുതും കൂലി. നന്മ അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ചെയ്താൽ 10 കൂലി വേറെയും എഴുതും. ഇനി വേറൊരു സംഭവം ഉണ്ട്. തിന്മ വിചാരിച്ചാൽ ശിക്ഷ എഴുതൂല. ഒരാൾ കള്ളുടിക്കണമെന്ന് വിചാരിച്ചു, ശിക്ഷ എഴുതൂല. കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ച കൂലി എഴുതും. തിന്മ വിചാരിച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ നന്മയായി, അതപ്പ തന്നെ എഴുതും. തിന്മ അപ്പ തന്നെ എഴുതൂല. എന്താ അറിയാത്ത മാതിരി ഇരിക്കുന്നത്? മലയാളത്തിൽ തന്നെ അല്ലേ ഞാൻ പറയണേ? ആണ്. മലയാളം തിരിയുണ്ടല്ലോ. കൊടുങ്ങല്ലൂർ ഭാഷയല്ല, പിന്നെ മലപ്പുറം ഭാഷയാണെന്നുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തൊരു ഭാഷ ഒന്നല്ല അത്. മലപ്പുറത്ത് മനസ്സിലാകാത്ത ഭാഷയും ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല. മനസ്സിലാകുന്ന ഭാഷയാണ് ഉപയോഗിക്കണേ. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയുണ്ട് അവിടെ. ചില ആൾക്കാർ പറയലുണ്ട്, മൂപ്പര മലപ്പുറം ഭാഷയാണെങ്കിലും സംഗതി മനസ്സിലാവുമെന്ന്. മലപ്പുറത്ത് മനസ്സിലാകുന്ന ഭാഷയും മനസ്സിലാകാത്ത ഭാഷയുണ്ട്. മനസ്സിലാകണതാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ അങ്ങനെ നന്മ വിചാരിച്ചാൽ അതാണ് ഈ നിയ്യത്ത് കൊണ്ട് ആബിദാവുക. അപ്പൊ രാവിലെ ഒരാൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫറദിനെ നിയ്യത്ത് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മൾ രാവിലെ കുട്ടികളെ വിളിക്കുകയാണ്, മോനെ അംജദേ മദ്രസ പോകാൻ എഴുന്നേൽക്ക്, മോനെ അംജദേ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്ക്. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? വ്യത്യാസം മനസ്സിലായ തലെങ്കിലൊന്നും ഇളകൂല. ഏറ്റവും ചുരുങ്ങിയത് വിളിക്കുമ്പോ കുട്ടീനെ വിളിക്കുകയാണ് രാവിലെ. എപ്പോഴും എന്ത് ചെയ്യണം? ഫറള് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല അതിൽ വേറെ വ്യത്യാസം ഉണ്ട്. മോനെ ആദിലെ മദ്രസ പോകാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാല് പരമാവധി 12ാം ക്ലാസ്സിലെത്തോളം 12ഉം 5ഉം 17 വയസ്സ് വരെ ആ വിളി നിൽക്കുള്ളൂ. നേരെ മറിച്ച് ഉമ്മയോ വാപ്പയോ മോനെ ആദിലെ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ മരണം വരെയാണ് ആ വിളിയുള്ളത്. കാരണം സുബഹി നിസ്കാരം മരണം വരേക്കുമാണുള്ളത്. അപ്പൊ ഷോർട്ടായിട്ട് വിളിക്കരുത്, ലോങ് ആയിട്ട് വിളിക്കണം. എപ്പോഴും വിളിക്കുമ്പോൾ നീട്ടി വിളിക്കുക. മരണം വരെ നീണ്ടു നിൽക്കുന്ന, അതിനൊന്നും ഇപ്പോൾ വലിയൊരു പൈസന്റെ ചിലവൊന്നുമില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്ന ആശയം ഫറദിലേക്കുള്ള വഴി ഫറദും സുന്നത്തിലേക്കുള്ള വഴി സുന്നത്തുമായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫറദിനെ നിയ്യത്ത് ചെയ്യുക. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്, അതിന് ജോലിക്ക് പോകാൻ എഴുന്നേൽക്കുന്നു. ഇങ്ങനെ എപ്പോഴും ഫറദിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൂലി തോന വാങ്ങാം. കൂലി കിട്ടിയ തികയില്ലല്ലോ, അതുകൊണ്ട് തോന വാങ്ങാം. അങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതാണ് നിയ്യത്ത് കൊണ്ട് ആബിദാവുക. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരും പല്ലേക്കും. കൂലി കിട്ടണമെങ്കിൽ സുന്നത്തായത് കൊണ്ട് ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അപ്പോഴാ കൂലിട്ട. നമ്മളെല്ലാവരും ചെരുപ്പിട്ടിട്ടുണ്ട് പിരിക്കണ ആൾക്കാരൊക്കെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പ് ധരിച്ചത് കൊണ്ട് ഞാൻ ചെരുപ്പ് ധരിക്കുന്നു, അപ്പൊ കൂലിട്ടി. ഈ ഇരിക്കണയിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവിംഗ് അന്നത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും കോവർ കഴുതയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചിരുന്നത് കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിയ്യത്ത് കൊണ്ട് ആബിദാവുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിയ്യത്ത് ശരിയാക്കുക. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു വാരുകയാണ്. വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാൽ ഞാൻ അടിച്ചു വാരുന്നു. ഇബാത്തായി.
എന്തായാലും അടിച്ചു വരുമല്ലോ. നിയ്യത്തിൽ ശരിയാക്കിയാൽ ഈ ഭാഗത്തായി. പെയിന്റിങ്ങിന് പോവുകയാണ്, നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് നബി തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ പെയിന്റിങ് ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ നിയ്യത്ത് ശരിയാക്കാൻ. വർക്ക്ഷോപ്പിൽ ഞെട്ടുമ്പോൾ ശരിയാക്കുകയാണ്. ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി ഞാൻ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇബാദത്തായി. ഇങ്ങനെ ആട്ടിയാല് റഹ്മത്തുള്ളാഹി ഖാസിമി ചോദിക്കലുണ്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന്. അതാണ് ഇങ്ങനെ ആട്ടിയാലിന്റെ അർത്ഥം. എന്റെ ഒപ്പം ചൊല്ലി എല്ലാവരും. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറങ്ങുന്നവന്റെ ഉളൂ ഉറക്കത്തിൽ മുറിയുകയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ ആബിദാവാം? ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയ. ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി എന്ന് വിചാരിച്ചോളി. ആ ഒതു എപ്പോഴാ മുറിയ? ഉണരുമ്പോഴാണ്. ഉറക്കത്തിൽ അവറത്തുമ തൊട്ടു മുറിയില്ല. ഉറക്കത്തിൽ കീഴ്വായി പോയി ഒതു മുറിയില്ല. മനസ്സിലാവണില്ല പഠിച്ചോനെ? നമ്മളെ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്താലേ മയ്യത്തിന്റെ മലവും മൂത്രമൊക്കെ പോയാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ടല്ലോ. എന്താ കാരണം? മയ്യത്ത് ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയുന്നില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉണർന്നാല് കീഴ്വായി പോയിട്ടില്ലെങ്കിലും മുറിയും. അങ്ങനെയാണ് മുറിയുന്നത്. അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ അവന് ഒളുവിൽ കഴിയാം. ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ ഒളുവിൽ കഴിയും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഉറങ്ങുന്നവന്റെ ദിക്റ് ഉറക്കത്തിൽ മുറിയുന്നില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഉറങ്ങി. ആ ദിക്റ് എപ്പോഴാ നിൽക്കുക? ഉണർച്ചയിലാണ് നിൽക്കുന്നത്. ഉണർന്നാൽ അവസാനിച്ചു. അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ? മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ മുണ്ടാൻ വെച്ചാതായി. 3 മാസം ആശുപത്രി കടന്നിട്ട് അങ്ങ് മരിച്ചു. അവൻ്റെ അവസാനത്തെ വാക്ക് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം. എന്നതുപോലെ ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു. അവന്റെ അവസാനത്തെ വാക്ക് എന്തെന്നെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അതിനെന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയതിന് ശേഷം പിന്നെ ഫോണുമ്മ കഴിച്ചാതിരിക്കണം. എന്നാലേ നടക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് പറയേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകാതെ. ഒന്നാമത്തത്, കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. ആണ് ഒരു കാര്യം. ഓപ്പണായിട്ട് പറയാണ്, കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രണയ വിവാഹം പരാജയപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പ്രണയ വിവാഹം പരാജയപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഹദീസാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. അതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക.
മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വഹയിൻ്റെ ഇൽമാണ് എന്നാണ്. വഹി എന്ന് പറഞ്ഞ സാധനം ഉറപ്പുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരമാണ്. ഇതിപ്പോ മൈക്കുള്ളോ, ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഈ മേലുള്ള സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇത് മൈക്കയാണെന്നും ഇത് മൈക്രോഫോണാണെന്നും ഇതിന്റെ വള്ളിയുടെ കളറ് മഞ്ഞയും ചുവപ്പും കലർന്നതാണെന്നുമുള്ള അറിവിനേക്കാൾ വലിയ അറിവാണ് വഹി. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ? ഇന്റെ മോത്ത് 2 കണ്ണല്ലേ നോക്കാണ്, അതിനേക്കാൾ വലിയ വിവരാണ് വഹി പറഞ്ഞാൽ. അനുഭവജ്ഞാനത്തെക്കാൾ വലിയ വിവരമാണ് വഹി. അതാണ് വഹി. വഹിയിൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ ആരംഭിച്ചത് ഫഹുവ ഔലാ ബിന്നാർ, നരകത്തിലെ അവസാനിക്കുകയുള്ളൂ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തോന്നലുണ്ടാവും, അതിന് ഹറാമൊന്നും ഉണ്ടാവില്ല, ഒക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ തീരുമാനിച്ചതാണല്ലോ. അത് എന്താണ് ഹറാം എന്നറിയാത്തതിൻ്റെ പ്രശ്നമാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും 10 മണിക്ക് സ്കൂളിലേക്ക് ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു. ബുധനാഴ്ച വീണ്ടും 10 മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു. ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച 10 മണിക്ക് കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ ഹറാം ആരംഭിച്ചു. പ്രണയം ഹറാമിലല്ലാതെ ആരംഭിക്കുകയില്ല. ആരംഭിക്കണ ഒരു കോലുണ്ടെങ്കിൽ നിങ്ങളൊരു പറഞ്ഞു ഉണ്ടാവില്ല. പ്രണയം ഹറാമിലല്ലാതെ ആരംഭിക്കൂല. അതുകൊണ്ട് തന്നെ മാ നബത ഫിൽ ഹറാം, ഹറാമിൽ തുടങ്ങിയത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിൽ ചെന്ന് അവസാനിക്കലാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനാൽ കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. രണ്ടാമത്തെ കാര്യം, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇനിയിപ്പോൾ അത് മറ്റു മതസ്ഥരും കൂടി ആണെങ്കിൽ പറയും വേണ്ടല്ലോ. ഞാൻ ഇപ്പം പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ഉള്ളതിനെ കുറിച്ചാണ്. ഞാൻ അതും കൂടി അല്ലെങ്കിൽ പറയും വേണ്ടല്ലോ. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെ എല്ലാവരും സൂക്ഷിക്കണം. വ്യക്തിപരമായും സൂക്ഷിക്കണം, കുടുംബപരമായും സൂക്ഷിക്കണം, സാമൂഹികമായും സൂക്ഷിക്കണം. പഴയ കാലത്ത് ഒരാൾ കള്ളുകുടിയനാകണമെങ്കിൽ കുറേ കാലം കുടിച്ച് അങ്ങാടി കൂടി ഇങ്ങനെ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം. അപ്പോൾ ആൾക്കാർ പറയും ഓൻ കള്ളുകുടിയനാണ് എന്ന്. അഡിക്ഷൻ എന്നതിന് പറയും. ഓൻ നിർത്തിയാൽ നിൽക്കൂല. എന്നാൽ ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കെമിക്കലുകളാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും. അത് തമാശക്ക് ഉപയോഗിച്ചാലും, ടേസ്റ്റ് അറിയാൻ വേണ്ടി ഉപയോഗിച്ചാലും, കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചാലും, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തമാശക്ക് ഉപയോഗിക്കരുത്, കമ്പനിക്ക് ഉപയോഗിക്കരുത്, രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കരുത്, ആ സാധനം ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇന്നത്തെ എല്ലാ ലഹരികളും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ വായിച്ചതാണ്, നല്ല വാറ്റ് ചാരായം, പട്ടച്ചാരായം എന്ന് പറഞ്ഞ സാധനത്തിൽ വരെ സിന്തറ്റിക് ലഹരി അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വ്യാജനിൽ പിന്നെയും വ്യാജൻ, ഡ്യൂപ്ലിക്കേറ്റിന്റെ ഉള്ളിൽ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ് സംഗതി ഉള്ളത്. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്. നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ വ്യക്തിപരമായി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നതിനെ പ്രൗഡ് ആയി കാണണം, അഭിമാനമായി കാണണം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നത് പുതിയ തലമുറ അഭിമാനമായി കാണുന്ന സാഹചര്യത്തിലേക്ക് വരണം. അതാണ് വ്യക്തിപരം. കുടുംബപരം എന്ന് പറഞ്ഞാൽ ഉമ്മാര് മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ലഹരി വസ്തു അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല.
എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്, അടയാളം ഉണ്ടാവും. ലഹരിക്ക് പ്രത്യേകിച്ചും അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളിൽ ലഹരിയുടെ അടയാളമുണ്ടോ എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ലഹരിക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റും, നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായാൽ ലഹരി ഉപയോഗിച്ചു എന്ന് മനസ്സിലാവും. നല്ല വർത്താനം പറഞ്ഞിരുന്ന കുട്ടിയാണ്, ഇപ്പം മുണ്ടണന്നില്ല. നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. തീരെ മുണ്ടീന്നല്ല. ഇപ്പൊ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരിയാണ്, തൊള്ള കൂടണന്നില്ല. തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, അപ്പൊ തിന്നൊരു പണിയാണ്. നല്ലോണം തിന്നീന്നു, ഇപ്പോൾ തിന്നണന്നില്ല. നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവുക. ഉറക്കത്തിൻ്റെ വിഷയത്തിൽ ദിവസം 3 വട്ടം കുളിച്ചിരുന്നു, ഇപ്പൊ കുളിക്കണന്നില്ല. ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായാൽ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, ശരീരം മെല്ലിച്ചു പോകുക, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കൂടുക, മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ടുണ്ടാകുക, 50 രൂപ 30 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക, ഇതൊക്കെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. കിടന്നുറങ്ങുന്ന റൂമിൻ്റെ വാതിൽ എപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറങ്ങിയ റൂമിൽ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുക, ഇതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ്. അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കുക, അമ്മാനോടും പെങ്ങന്മാരോടും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാട്ടുക. ഇളയമ്മാൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത് ഇടക്കിടക്ക് പോവുക, ഇമ്മാനോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക. അടുത്ത കുടുംബത്തോടുള്ള ദേഷ്യം ലഹരിയുടെ അടയാളമാണ്. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, അതിനൊരു പരിധി വേണ്ടേ? ആ പരിധി വിട്ടാൽ അത് ലഹരിയുടെ അടയാളമാണ്. ഇങ്ങനെ അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കൗൺസിലിങ്ങും ഒപ്പം മരുന്നും കൊടുത്ത് മാറ്റിയെടുക്കണം. നല്ലോണം പൈസ ചെലവാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക എന്നതാണ് പറയാനുള്ളത്. അതാണ്. അപ്പം അതുകൊണ്ട് കുടുംബപരം. ഇനി സാമൂഹികമായും ലഹരിയുടെ ഉപയോഗത്തെ സൂക്ഷിക്കണം. സാമൂഹികമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനമോ കച്ചവടമോ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അറിയിച്ചിട്ട് എന്താന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം കേട്ടോ. നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കുക. ബന്ധപ്പെട്ട അധികാരികളെ ഇന്ന സ്ഥലത്ത് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിൽപ്പനയുമൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കുക. ഇങ്ങനെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെതിരെ അതിശക്തമായി പടപൊരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവരെയും സാന്ദർഭികമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് മുഅ്മിനീങ്ങളെ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരാശയം, നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇങ്ങനെ ചൊല്ലി ഇബാദത്ത് എന്ന നിയ്യത്തുണ്ടെങ്കിലേ കൂലിട്ടുള്ളൂ. നിസ്കരിച്ചാലും നിയ്യത്ത് തെറ്റിയാൽ കൂലില്ലാതാവും. അപ്പം അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിശക്തമായ മഹബത്തുള്ളവരാവുക. ഈമാൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈമാൻ ഓട്ടോമാറ്റിക് വരും. ഈമാൻ വന്നാൽ അമലുസ്വാലിഹാത്ത് അതിൻ്റെ കൂടെ വരും. അതായത് അമലുസ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട്. അതേ സമയത്ത് ഈമാൻ ഇല്ലാത്ത അമലുസ്വാലിഹാത്തിന് അമലുസ്വാലിഹാത്ത് എന്ന് പറയുക പോലുമില്ല. ഞാൻ ഈ പറയണത് നല്ല മനസ്സിലാക്കണേ. ഒരാൾക്ക്, ഒരമുസ്ലിമായ ആൾക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി. അയാൾ 30 സെന്റ് സ്ഥലം 20 ആൾക്ക് പെരകയറ്റാൻ വേണ്ടിയാണ് കൊടുത്താൽ മൂപ്പര് കുറേ സ്വതക്ക കൊടുത്തു എന്ന് നമ്മൾ പറയില്ല, ദാനം ചെയ്തു എന്നൊക്കെ പറയും. സ്വതക്ക എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. സ്വതക്കക്ക് നീയത്തുണ്ടായിരിക്കണം, നീയത്തിന് ഈമാനുണ്ടായിരിക്കണം. നീയത്തില്ലെങ്കിലും സ്വഹിയാവട്ടോ, അജ്റ് സവാബ് അതിന് നീയത്തുണ്ടായിരിക്കണം.
സിഹത്ത് ചില കാര്യങ്ങൾ ഞാൻ ഒരാൾ ഭാര്യനെ അന്നെ ഞാൻ 3 തലാഖും ചൊല്ലിയാറുണ്ട് ഞാൻ നിയ്യത്ത് വെച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓളോളോടുക്കാണ് പോകും. അപ്പൊ സിഹത്ത് മുത്തില എന്ന് പറഞ്ഞത് വേറൊരു കാര്യമാണ്. അജ്ർ കൂലി ലഭിക്കണ്ടേ, സവാബ് ലഭിക്കണ്ടേ, അതിന് നിയ്യത്തുണ്ടായിരിക്കണമല്ലോ. എന്നാൽ നിയ്യത്തിന് ഈമാനും ഷർത്താണ്. സദഖക്ക് നല്ല ഉദാഹരണം ഇതിലേറെ ഫിറ്റായത് പറയാം. റമദാൻ മാസമായി ഒരമുസ്ലിമായ ആള് കുറേ കൊല്ലങ്ങളോളായിട്ട് റമദാൻ മാസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഇസ്ലാമിൻ്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള സൗം അയാൾക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സൗമിന് 2 നിബന്ധനകളാണുള്ളത്. 1 നിയ്യത്ത്, 2 ഇംസാക്ക്. 1 നിയ്യത്ത് വെക്കുക, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. രണ്ടാമത്തതുണ്ട്, ഒന്നാമത്തത് ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ നിയ്യത്തണ്ട് വെച്ചാ പോരേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയ്യത്തിന് ഈമാൻ ഷർത്താണ്. നീയത്ത് വെക്കല് നടക്കൂല. നീയത്തിന് ഈമാൻ ഷർത്തുണ്ട്. 1 അസ്ലാണ്, മറ്റൊന്ന് ഫർആണ്. ഫർഅ ഇല്ലാത്ത, അമൽ ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഈമാനില്ലാത്ത അമൽ കൊണ്ട് പ്രയോജനമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഏത് ഇബാദത്തുകളും ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഈമാൻ ഭദ്രമായിരിക്കണം. ഈമാൻ ഭദ്രമാക്കാനുള്ള എളുപ്പ വഴി മുസ്തഫായ നബി തങ്ങളോട് അടങ്ങാത്ത താല്പര്യമാകുന്നു. ഈമാൻ പോയ ആൾക്കാർക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കോളി. യുക്തിവാദികൾ എന്താ പ്രശ്നം? മുത്തുനബിനോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദി എന്താ പ്രശ്നം? മുഹമ്മദ് നബിയോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിലിന് എന്താ കുഴപ്പം? ലഅനത്തുല്ലാഹി അലൈഹി. ഈ അബൂജാഹിലിന് എന്താ കുഴപ്പം? അബൂജാഹിലിന് കുഴപ്പം അള്ളാഹുവിൽ വിശ്വാസമില്ലാതായതല്ല. അബൂജാഹിൽ കുടുങ്ങിയ അള്ളാഹിനെ വിളിച്ച് ദ്വാരക്കലൊക്കെ ഉണ്ട്. ബദറിലേക്ക് പോകുമ്പോൾ മൊയ്തീൻ കുട്ടിയുടെ ബദർ പടപ്പാട്ടിലുണ്ട്. ബദറിലേക്ക് പോകുമ്പോൾ അബൂജാഹിൽ കഅബന്റെ കില്ല പിടിച്ചിട്ട് ദ്വാരക്കുണ്ട്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹക്കുട് ബാത്തില് 2 ഇടയെ പിരിത്തിടണം ഇന്ത ദിനം തനിലെ. ഞങ്ങൾ 2 ഭാഗത്ത് നിൽക്കുന്നവരാണ്. നമതിരു ഭാഗം നിൽക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ അവർ ആര് ഉനക്കറിയാം അവർകളെ ഇനതിൽ പിരിത്ത് ഹലാസിയത്താക്കിട് നീ പരനെ. അതാണ് ദുആ. പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ. ഫത്താഹേ താമസം ചെയ്തിടാ ദുത്തിരം നൽകിയിടൂ നീ. ആർദാ ദുആ? അബൂജാഹിൽ. ഫത്താഹ് എന്നൊക്കെ ഉണ്ട്, അസ്മാഉൽ ഹുസ്നക്കുള്ള ദുആയാണ്. സത്യത്തിൽ അബൂജാഹിലിന് എന്താ പ്രശ്നം? അല്ലാഹ് ഒന്നാന്ന് സമ്മതിക്കാൻ തയ്യാറില്ലാത്തതല്ല. ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാനാണത് വരേണ്ടത്. അതാ യത്തീം കുട്ടിയായത് ശരിയായില്ല. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദഅത്തുകാരുടെ അസ്ൽ എന്താ? മുഹറം മാസമായാൽ നമ്മളെ മദ്രസയിലെ ഉസ്താദുമാര് കുട്ടികൾക്ക് നബിദിന പരിപാടികൾ കൊടുക്കൽ തുടങ്ങും. റബീഉൽ അവ്വൽ 12 നബിദിന. അതേ മുഹറം മാസമായാൽ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണം ആരംഭിക്കും. മുഹറം മാസമായാല് മദ്രസയിലെ നബിദിന പരിപാടികൾക്ക് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും കൊടുക്കും. അതേ സമയത്ത് മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന് ഇലക്ട്രിക് പോസ്റ്റുമേ എഴുതുകയും ചെയ്യും. എന്താ പ്രശ്നം? മുത്തുനബിനോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്നാണ് ഇബാദത്തുകൾ വരുന്നത്. അത് നമ്മക്ക് ഉണ്ടെങ്കിൽ ഇബാദത്ത് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടങ്ങാത്ത താല്പര്യത്തെ വെച്ച് പുലർത്തണം. ഏറൂല. ചില ആൾക്കാർക്ക് ഒരു തോന്നലാണ് നബി തങ്ങളോടുള്ള മഹബത്ത് ഏറിയിട്ട് അള്ളി റസൂൽ ഒന്നായാലോ എന്ന്. ആവൂല. അള്ളാഹ് തന്നെയാണ്. അള്ളാഹു ഖാലിഖിൽ ഏകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിലെ ഏകനാണ്. ഒന്നാവൂല. പറഞ്ഞിട്ട് അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ പിന്നെ ഏറുക? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന
റഊഫുർ റഹീം. അത് രണ്ടും അള്ളാഹുവിന്റെ പേരാണ്. അല്ലാഹ് തന്നെ അത് മുഹമ്മദ് നബിനെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൊണ്ട് മദ്ഹ് ഏറൂല. ബലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമ ബലഗ് ബാലിഗും മിശറമാഉ തിബിമാ ഫിൽ ബാലിബാൽ. ബാലഗൽ മുദ്ദഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ധാരാളമായി പറഞ്ഞു. ബക്കറ്റ് വരി വളർത്തണ്ടേ? നമുക്ക് ഉണ്ടോ? വേണ്ടേ? പിരിച്ചോളി കേട്ടോ, വയലതിൻ്റെ ഇടയിൽ കൂടെ കഴിയും. ഇവിടെ സംഘാടകർക്ക് ഒരു ഓക്സിജൻ സംവിധാനം പിന്നെ വീടുകൾക്കൊക്കെ കൊടുക്കാനുള്ള ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ അതുമായി സഹകരിക്കണം എന്ന് അറിയിക്കണം എന്നവർ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും അറിയിക്കുന്നു. നാളെയും പരിപാടിയുണ്ട്. മുമ്പ് പള്ളിക്കൊക്കെ ഉണ്ടായിരുന്നു ആ സംവിധാനം എന്ന് പറഞ്ഞു. അപ്പം അത് പിന്നെ SKSF-ൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. താല്പര്യമുള്ളവർ അതുമായും സഹകരിക്കണം എന്നറിയിക്കുന്നു. ബക്കറ്റായിട്ട് പ്രവർത്തകന്മാർ വരും. അതിൽ നമ്മളെ പരിപാടിയുടെ ചെലവുക്കുള്ള സംഖ്യ എല്ലാവരും ഇട്ട് കൊടുക്കണം. കൊടുത്തിട്ടുണ്ടാവുമല്ലോ, കൊണ്ടുവരുമല്ലോ, അങ്ങനെയുള്ള നമ്മളൊരു പതിവ് അതനുസരിച്ച് ഉണ്ടാവും കയ്യിലുണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലേക്ക് വരാം എല്ലാവരും. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبتهي والحبيب الأعربي. മോനെ സ്റ്റേജിന്മേ ചങ്ങമനാട് ഉസ്താദൊക്കെ ഉണ്ട്. ഒരു പഴയ ഗൾഫുകാരനൊക്കെയാണ്. അവിടെ നിന്ന് മേടിച്ചോളി എല്ലാവരും തോന്നും. പിന്നെ സാസ്ന്ന് മേടിച്ചോളി ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ പെട്ടെന്ന് ആബിദാവാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങളോട് അടങ്ങാത്ത ഇഷ്ടം വെക്കുക. ഓൻ തന്നെ അറിയാതെ അവൻ ഇബാദത്തുകാരനാവും. അങ്ങനെയാണ് സഹാബത്തൊക്കെ ആബിദീങ്ങളായി. എന്താ കാരണം? മുത്തുനബിനോടുള്ള താല്പര്യമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി ഞാൻ പറയുന്നത്, ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളാവണം എല്ലാവരും. കുറച്ചും കൂടി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരാശയാണ്. ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദാവുക എന്ന് പറഞ്ഞാലേ, പള്ളിയിൽ ചെന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണല്ലോ. ളുഹറിന് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ചെന്ന് ളുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? മടിയനാണ്, ഒക്കെ കൂടി ഒത്തൂല. എന്നാൽ പിന്നെ 2 കൂടിയും കൂട്ടിയിട്ട് 2 റക്അത്ത്. ഇതാണ് ശരീഅത്തിൻ്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള ആബിദാവൽ. തഹജ്ജുദ് നിസ്കരിക്കണം. സുബഹിന്റെ മുമ്പ് നീച്ചിട്ട് 2 റക്അത്ത്. ഇശ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞിട്ട് വിത്റു നിസ്കരിക്കണം. മടിയന. എന്നാൽ ഇശായിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ വെക്കുക. സുബഹിന്റെ മുമ്പ് നീച്ചിട്ട് വിത്രണ്ട് നിസ്കരിച്ചു കൊടുക്കുക. അപ്പൊ 2 കൂടിയായി. ഇങ്ങനെ ഇതാണ് ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആബിദാവുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാ ദിവസവും പള്ളിക്കൊക്കെ ജമാഅത്തിന് പോയിരുന്ന ഒരാൾ കാല് കേടന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് സിറ്റ് ഔട്ടിൽ ഒരു കസാലയിൽ ഇരുന്ന് മറ്റേ കസാലയ്ക്ക് കാലും വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിക്കെന്ന് അസ്ർ വാങ്ങി കൊടുത്തു. അപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കുക, പഠിച്ചോനെ വയ്ക്കുമെങ്കിൽ പോകുമായിരുന്നല്ല അല്ലാന്ന്. പോയതിൻ്റെ കൂലി അപ്പം ചെയ്തു. ശരീഅത്തിൻ്റെ ഒരു ആനുകൂല്യമാണത്. സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം
ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആഗ്രഹിക്കുക, അതിൻ്റെ കൂലി അവിടെ ചെയ്തു. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളായി മാറുക. അങ്ങനെ നമ്മളെ വളരെ അടുത്തൊരാൾക്ക് കല്യാണമുണ്ട്, മോളെ കെട്ടിക്കണേ, അവൻ സക്കാത്തിൻ്റെ അവകാശിയുമാണ്. നമുക്ക് ഏതായാലും സക്കാത്ത് കൊടുക്കും വേണം, എന്നാൽ പിന്നെ ആ സക്കാത്ത് ഓനാണ് കൊടുക്കുക. സക്കാത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സക്കാത്താണെന്ന് പറയൽ നിർബന്ധമില്ല എന്നാണ്. കൊടുക്കുന്ന ആള് കൊടുക്കാനും അവകാശിയായിരിക്കണം, വാങ്ങുന്ന ആള് വാങ്ങാനും അവകാശിയായിരിക്കണം. പക്ഷെ എന്ത് വേണ്ടതില്ല, ഇതിൻ്റെ സക്കാത്താണെന്ന് പറയേണ്ടതില്ല. അപ്പോൾ നല്ല സുഖമാണ്. ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പൈസ ഓനാൻ കൊടുത്താൽ നമ്മളെ സക്കാത്ത് വീടും ചെയ്യും, ഓന് കുട്ടിനെ കെട്ടിക്കണ ഇതിലേക്ക് പണ്ടം വാങ്ങാൻ കുറച്ച് കായ് കിട്ടും ചെയ്യും. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിന് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദാവുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ വലിയ വലിയ ആൾക്കാരായിട്ട് മാറും. ഈ ഇരിക്കണേൽ ഇപ്പം നിസ്കരിച്ചാത്ത ആരും വന്നിട്ടുണ്ടാവില്ല, ഒരിപ്പം ഇങ്ങോട്ട് വരൂലല്ലോ. പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത ആരും എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. ഇനി നമ്മളെന്താ ശ്രദ്ധിക്കാനുള്ളത്? ചെറിയ ചെറിയ കാര്യങ്ങൾ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന്, എല്ലാവർക്കും ഒരു മുസാഫ് വേണം. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും. പെരേല് അവനാൻ്റെത് എന്ന് പറഞ്ഞിട്ടൊരു എന്നും ഓതൊക്കെയാണ് വേണ്ടത്. മിനിമം പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടായില്ല എന്ന് വിചാരിച്ചോളി, എന്നാൽ പോലും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം. 2, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും, ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവല് അല്ലെങ്കിൽ ഒരു ടർക്കി, എന്തെങ്കിലും ഒരു സാധനം, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും എല്ലാവർക്കും വേണം. ഇടണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഇടണം എന്നല്ല, വേണം. ഒരു വെള്ളത്തുണി ഒരു വെള്ളക്കുപ്പായും. എന്തേ? ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാള വകഫിനൂ ഫിഹാ മൗതാകും. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണേക്ക് വെള്ള കുപ്പായുണ്ട്, നിസ്കാര കുപ്പായം. അതുകൊണ്ടാണ് ഓലോട് പറയാത്തത്. ആണുങ്ങൾക്ക് ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും വേണം. എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക. വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴോ, മരിച്ചോടത്തേക്ക് പോകുമ്പോഴോ, കല്യാണ നിശ്ചയത്തിന് പോകുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക. അങ്ങനെ എല്ലാവർക്കും വേണം. മൂന്നാമത്തെ കാര്യം, ഞാൻ അതിൻ്റെ കൂടെ ഒരു തൊപ്പി പറഞ്ഞിരുന്നു. തൊപ്പി ഇടണം എന്നല്ല കേട്ടോ, വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അരയിൽ വെച്ചാൽ നല്ലതാണ്. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ എടുത്തുങ്ങാണ്ട് തലയിലിടുക. നിസ്കരിച്ചുമ്പോഴും ഇടുക. നിസ്കരിച്ചുമ്പോൾ തലമടച്ചാൽ ഒരു നിസ്കാരം 60 നിസ്കാരമായി കിട്ടും. വേറെ അഭിപ്രായത്തിൽ 70 നിസ്കാരമായി കിട്ടും. എന്തിനാ കിട്ടണേ കളയണേ? കിട്ടണേ കളയണ്ടല്ലോ. പള്ളിക്കൊക്കെ കയറിയാൽ തൂണിന്റെ ചോട്ടിൽ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പി കിടക്കുന്നുണ്ട്. അതെടുത്തുങ്ങാണ്ട് തലേ കൗത്തിയാൽ ഒരു നിസ്കാരം 70 നിസ്കാരമായി കിട്ടും. തലേക്കെട്ടിനാണത് പറഞ്ഞിട്ടുള്ളതെങ്കിലും കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. കിട്ടണെന്തിനാ കളയുന്നത്? അതൊന്നും നമ്മൾ കൊണ്ടോണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു തൊപ്പി എല്ലാവർക്കും വേണം. ഓരോ തൊപ്പി ഉള്ളവര് ഒരു തൊപ്പിയും കൂടി വാങ്ങണം. അപ്പൊ 2 എണ്ണാവും. അപ്പൊ 2 എണ്ണാവുമല്ലോ. 2 എണ്ണം ഉള്ളവര് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം പുത്തമ്പള്ളിക്ക് പോകുമ്പോൾ വാങ്ങണം. അപ്പൊ എത്ര എണ്ണാവും? 3 എണ്ണാവും. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. അങ്ങനെ. അപ്പൊ 1 ഒരു മുസാഫ് എല്ലാവർക്കും വേണം. 2 ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായ എല്ലാവർക്കും വേണം. 3 ഒരു തസ്ബീഹ് മാല എല്ലാവർക്കും വേണം. കൊണ്ടിടക്കണം എന്നല്ല കേട്ടോ, ആണിമ തൂക്കുക. പനിച്ചിങ്ങനെ വിറച്ചിട്ട് കിടക്കൂലേ, ആ സമയത്ത് ഏടി മാളെ ഇൻ്റെ ആ തസ്ബീഹ് ഇങ്ങോട്ട് എടുത്താന്ന് പറയണമെങ്കിൽ ആണിമ സാധനം തൂങ്ങിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന്
ആണുക്കും വേണം പെണ്ണേക്കും വേണം. അവനാൻ്റെത് വെച്ചിട്ടൊരു തസ്ബീഹ് മാല ഉരുണ്ട മണിയുള്ളത് വാങ്ങിക്കോളി, അതാണ് ചെല്ലാൻ സുഖം. പരന്ന മണിയുള്ളതും ഉണ്ടാവും, ഉരുണ്ട മണിയുള്ളതും ഉണ്ടാവും. ഉരുണ്ട മണിയാണ് ചെല്ലാൻ സുഖമുള്ളത്. ശ്രദ്ധിച്ചു വാങ്ങണേ. ബുദ്ധന്മാർക്കും തസ്ബീഹ് മാല ഉണ്ട്, പിന്നെ ജൂതന്മാർക്കും തസ്ബീഹ് മാല ഉണ്ട്. അതിൽ 33, 33, 33, 99 33 കഴിയുന്ന 2 സ്ഥലത്ത് പ്രത്യേക അടയാളമുള്ള 2ഉം 99ഉം 2ഉം 101 മണിയുള്ളതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ബുദ്ധന്മാർക്കുണ്ട്, ജൂതന്മാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കും തസ്ബീഹ് മാല ഉണ്ട്. നമ്മൾ തന്നെ വാങ്ങണം തസ്ബീഹ് മാല. ഉരുണ്ട മണിയിൽ വല്ലാതെ അപകടത്തിൽ പെടൂല. അല്ലാത്തതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പം അബദ്ധത്തിൽപ്പെടും. എഴുത്തുള്ളതും അബദ്ധത്തിൽപ്പെടും. ചില തസ്ബീഹ് മാലമേ അള്ളാന്നൊക്കെ എഴുതി കാണും, അതിലും അബദ്ധത്തിൽപ്പെടും. അപ്പോൾ എഴുത്തൊന്നുമില്ലാത്ത ഉരുണ്ട മണിയുള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് 101 മണി 33 ഒരടയാളം, 33 ഒരടയാളം, 33 അങ്ങനെ 99ഉം 2ഉം 101 മണിയുള്ള വാങ്ങാം. ആണിമ തൂക്ക കൊണ്ടിടുന്ന വളരെ ഉഷാറട്ടോ. പുറത്തേക്ക് എടുക്കണ്ട, പോക്കറ്റിലിട്ടാലും മതി, ബറക്കത്താണ്. വെറുതെ കീശയിലിട്ട് കൊണ്ടിടുന്നാലും മതി, സംഗതി ബറക്കത്താണ്. ബറക്കത്തിന്റെ എല്ലാ അടയാളങ്ങളെയും നോക്കണം. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് അഷ്റഫുൽ ഹൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതാല്ലെങ്കിലും കീശയിലൊരു പേനാക്കണം. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കീശയിൽ വെറുതെ ഒരു പേന വെക്കുക. എഴുതാനൊന്നും ഇല്ലെങ്കിലും വെക്കുക തന്നെ, അതൊരു ബറക്കത്താണ്. മഷിയിൽ ബറക്കത്തുണ്ട് എന്ന്. അങ്ങനെ ബറക്കത്തിന്റെ വഴികളെയൊക്കെ നമ്മൾ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. ശരീരത്തിൽ എപ്പോഴും വൃത്തി സൂക്ഷിക്കുക. എന്ത് വിഷയത്തിന് പോകുമ്പോഴും ഒരു ഒതുണ്ടാക്കിയിട്ട് പോവുക. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ഒതുണ്ടാക്കുക. രാത്രിയിലെ ഓട്ടോറിക്ഷ എടുത്തിട്ട് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. കല്യാണ നിശ്ചയത്തിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയിട്ട് പോവുക. പെങ്ങളെ മോൻ്റെ നിക്കാഹിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടാക്കുക. മീൻ കച്ചവടത്തിന് പോവുകയാണ്, ഒതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ വിഷയങ്ങൾക്കും. ലോറി ഡ്രൈവറാണ്, പന്തൽ പണിക്കാരനാണ്, ക്യാമറക്കാരനാണ്. അവിടെ അങ്ങനെ കാണുന്നോണ്ട് പറയാട്ടോ, തല്ലാൻ വരും ചെയ്യരുത്. ഒരു ഒതുണ്ടാക്കിയാണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. സുബി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് ആ ഒളുവോട് കൂടെ വരിക അടുക്കളയ്ക്ക്, എന്നിട്ട് തീയൊടിപ്പിക്കുക. അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം ഉണ്ടായാൽ പോരാ, അഊദ് കൂടെ ഉണ്ടായിരിക്കണം. കാരണം അഗ്നി എന്നത് പിശാചിന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തീ കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം പോരാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരിച്ചും പറയട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തീ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അഊദു ഉണ്ടായിരിക്കണം, ബിസ്മി മാത്രമായാൽ പോരാ. അപ്പോൾ ഒളുവോടുകൂടെ ഇങ്ങനെ വന്നിട്ട് ഗസ്റ്റ് വരുന്നുണ്ട്, വിരുന്നുകാർ. എന്നാൽ പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓരോ ഒതുണ്ടാക്കിയാണ് ഉണ്ടാക്കന്നെ. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. അതന്നെ പ്രത്യേകത. ഹോട്ടലിൽ പൊറാട്ട വീശിയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് വീശിയാൽ തിന്നണതിന് അതിൻ്റെ ഗുണം കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം കോഴിക്കോട് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ കടവ് റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ റോഡ് വികസനത്തിന് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക്. അപ്പോൾ പിന്നെ നല്ല മീൽസ്, നാടൻ പിന്നെ മീൽസും മീൻകറിയാണ് പറഞ്ഞത്. അപ്പോൾ പ്ലേറ്റ് ഇതൊക്കെ ആദ്യം കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് പിന്നെ ചോറ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നീല ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ചെറിയൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ ചോറിട്ട് വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല കേട്ടോ, പതുക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പിന്നെ വേറെ ഒരു രസമുണ്ടായി. ഞാനിതൊരിക്കൽ എവിടുന്നോ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ഓൻ കേട്ടു, ഓനും എൻ്റെ പെരക്കാരും കേട്ടു. ഞാനത് പറഞ്ഞൊരാശയം എന്താ വെച്ചാൽ, ആ ബിസ്മി നൽകുന്ന ഒരു ദഅവത്തുണ്ട്, ഒറ്റ ബിസ്മി നൽകുന്ന ഒരു മാറ്റം. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ബിസ്മി എപ്പോഴും ദായിമാക്കണം. എല്ലാ കാര്യത്തിനും ബിസ്മില്ല. ബിസ്മി നീട്ടിയിട്ടും ചുരുക്കിയിട്ടും ചെല്ലാം.
ബിസ്മി നീട്ടി ചെല്ലാൻ പറ്റും, ചുരുക്കിയിട്ടും ചെല്ലാം. നീട്ടി ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ലാ. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. നന്മ ഉடைய ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും ഒതുവോടുകൂടെ ഉണ്ടാകുക, ബിസ്മി എപ്പോഴും ദായിമാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കൊണ്ട് വലിയ ദറജ. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുറക്കുമെന്നും പറഞ്ഞു. നമ്മളെ പള്ളിക്ക്, ജുമഅത്ത് പള്ളിക്ക് ഒതുണ്ടാക്കി കയറുന്ന ഹൗദിൻ്റെ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡുമ്മേ നീല മഷിയിലൊരു ദുആ എഴുതിയിട്ടുണ്ട്. ഒതുണ്ടാക്കിയിട്ട് 2 കൈയും കണ്ണും ആകാശത്ത് കൊളുത്തിയിട്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ എന്ന ദുആ നടത്തിയാൽ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ഹദീസ് എന്ന് എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന സ്ഥാനാണ് സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ച് മാടി വിളിക്കുക എന്നുള്ളത്. വുളൂന്റെ ശേഷം ദ്വാരന്നാ കിട്ടുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച് വലിയ ആബിദീങ്ങളായി മാറാൻ എല്ലാവരും തയ്യാറാവണം എന്നതാണ് നസീഹത്ത് ചെയ്യാനുള്ള വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آمين بري الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ആജ്ഞ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്തും അഫാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ചേർക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും മനസ്സിലാക്കണേ അല്ലാഹ്. കുടുംബത്തിന് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമിലും ആയുസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ ഞങ്ങളെയും മക്കളെയും ചേർക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തുനബിയോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ക് മഹബ്ബത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. പരിപൂർണ ഈമാനോടുകൂടെ പുന്നാര നബിയെയും ബദരീങ്ങളെയും കണ്ട് മൗത്താകാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.